ഉറക്കെ സംസാരിക്കുന്നതാണ്. അങ്ങനത്തെ രണ്ടും കൂടെ കിട്ടുന്നില്ല. എനിക്ക് സിവിയർ ADHD ആണ്, പറ്റില്ല എനിക്ക്. ADHD ഉണ്ട് എനിക്ക്. അതാ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ അറിയുന്നില്ല എന്തായാലും. ഷാനവാസ്ക കൊടുക്കാം, ത്രോട്ട് റെസ്റ്റ് കിട്ടും. അത് നോക്കണ്ട, ചെറിയ പണിയാനും കുഴപ്പമില്ല. അന്ന് ഭാഷയോട് സംസാരിക്കാനില്ലേ? വേറെ ആരോട് സംസാരിക്കാൻ ഇവിടെ അതാ സേല്. നേരത്തെ പണി കൊടുത്ത ആളായിരുന്നെങ്കിലും കുഴപ്പമില്ലല്ലോ. ഇത്രയ്ക്ക് ദേഷ്യമുണ്ടോ? പറ്റില്ല. ചെറിയ പണിയല്ലേ. അതുകൂടി ആലോചിക്കണം. വെറുതെ പറഞ്ഞാൽ പോലെ നമ്മൾ കൊടുത്തു അല്ലേ? അത് വേസ്റ്റ് ആവും. അത് വെച്ചിട്ട് കോണ്ടന്റ് ആക്കിയിട്ട് വലിയ കളി കളിക്കാന്ന് വിചാരിക്കുന്നവർക്ക് തരുന്നില്ല. കിട്ടിയില്ല. അപ്പൊ അത് കൂട്ടും. കൊടുത്തില്ല, നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണ്ട. ഇല്ല, ബട്ട് അത് ഇല്ലല്ലോ, അതെടുത്തില്ലല്ലോ. തീരുമാനിച്ചു ബിഗ് ബോസ്. ശ്രദ്ധിക്കുക, നിലവിൽ പണി കൊടുത്തവരെയും നേരത്തെ പണി കൊടുക്കാനായി കാത്തുവച്ചിരിക്കുന്നവരെയും തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല. അല്ല, ഫണ്ണാക്കണമെന്ന് പറഞ്ഞോണ്ട് അത് കാണിച്ചു അഭിനയിക്കാൻ അറിയാൻ ആരെങ്കിലും വേണ്ടേ? അതൊക്കെ ചെയ്യാൻ അല്ല, അത് കുഴപ്പമില്ല. ഇല്ല, കൊടുത്തിട്ടില്ല. അത് മതി. പണിക്കുള്ളതാണ്. നിനക്ക് പണിയല്ല, അതിനിപ്പോ അവനെ ബൂസ്റ്റപ്പ് ചെയ്യണോ? വൈൽഡ് കാർഡ്സ് തീരുമാനിച്ച് പറയൂ. ഒരാളെ കുറിച്ച് ഒരു സെക്കൻഡ് ഞങ്ങൾ പറയാം. എന്താറില്ലതെയോ? നെവിൻ വേണോ ഡിസൈൽ വേണോ? ഡിസൈലിട്ട് പണി കൊടുത്തിട്ടില്ലല്ലോ. ഇല്ല, സെലക്ട് ചെയ്തായിരുന്നു. തീരുമാനിച്ചു ബിഗ് ബോസ്. ആ തീരുമാനം അറിയിക്കും. ബിഗ് ബോസ്, ഈ ഒരു ദിവസം മുഴുവൻ ആംഗ്യ ഭാഷയിലൂടെ മാത്രം സംസാരിക്കാൻ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നെവിനെയാണ്. ഇന്ന് മുതലല്ലേ ബിഗ് ബോസ്? ഇന്ന് ക്യാപ്റ്റനായിരിക്കട്ടെ. അല്ല, അത് കുഴപ്പമില്ല, തീരുമാനിച്ചു. അപ്പൊ ഇനി വലിയ പണി എനിക്ക് കിട്ടത്തില്ലല്ലോ. ശ്രദ്ധിക്കുക, ഇനി ചേരും പിടിച്ചേർക്കുക എന്ന ടാസ്കിൽ പരാജയപ്പെട്ടതിലൂടെ പണി കൊടുക്കാനായി നിങ്ങൾ തിരഞ്ഞെടുത്ത ജിസേൽ, അനുമോൾ എന്നിവരിൽ നിന്ന് ഒരാളെ കൂടി ഇതേ പണിക്കായി ഇപ്പോൾ തിരഞ്ഞെടുക്കുക. ബിഗ് ബോസ് ഞങ്ങൾ തെരഞ്ഞെടുത്തു. അത് അനുമോൾ. എനിക്ക് ഇഷ്ടമാണ്. ചിൽഡ്രൻസ് ഡേ. അഭിനയം കാണണമല്ലോ. ശ്രദ്ധിക്കുക, ഇപ്പോൾ മുതൽ അടുത്ത അറിയിപ്പ് ലഭിക്കുന്നത് വരെ നെവിനും അനുമോളും ആംഗ്യഭാഷയിൽ മാത്രമാണ് പെരുമാറേണ്ടത്. അഥവാ സംസാരിച്ചാൽ എന്താണ് ബിഗ് ബോസ് പണിഷ്മെന്റ്? ശിക്ഷ നടപടി. ഒരു ദിവസം കൂടെ നീട്ടുവോ? ഇതൊരു പണിഷ്മെന്റ് അല്ലേ? സംസാരിക്കാൻ പാടില്ല. സംസാരിച്ചാൽ അത് ബിഗ് ബോസ് തീരുമാനം. താങ്ക് യു ബിഗ് ബോസ്. എല്ലാവർക്കും പിരിഞ്ഞു പോകാം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ?
അത്തോടെ കൂടാ. അങ്ങനെ പറഞ്ഞാൽ ആംഗ്യ ഭാഷ ആംഗ്യ ഭാഷ ഇനി കാണിച്ചാൽ പറ്റുള്ളൂ. അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല. മനസ്സിലായില്ല, ഞാൻ എവിടെ പോണ ഇവിടെ നിന്ന് സംസാരിക്കുന്നു. ചോദിച്ചെന്ന് പറയും അച്ഛൻ പൂമരത്തി പോയി ഡാൻസ് ചെയ്തു പോരെ. ഞാൻ കാണിച്ചത് അതങ്ങടി എവിടാ ചോണയുണ്ടെങ്കിൽ അവിടെ നിന്ന് സംസാരിക്കണേ. നിന്റെ അഭിനയം, നിന്റെ മുഖം മൂടി അങ്ങോട്ട് ഊരി വേടിക്കാൻ നിന്റെ മുഖം മൂടി അങ്ങോട്ട് ഊരി വേടി. നീ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നീ ഇവിടെ മുഖംമൂടി അണഞ്ഞ് നീ കരഞ്ഞ് മെഴുകി കുറെ ആൾക്കാർ നീ സപ്പോർട്ടിന് പിടിക്കുന്നുണ്ടല്ലോ. നിന്റെ ആർക്കും വേണ്ടത് ഏതോ ഓടെ കിടന്നൊരു പാവേനെ എടുത്ത് വെച്ച് പല്ലെല്ലാം പന്നെ നീ ആരെന്നാണ് നിന്റെ വിചാരം? നീ എവിടെ അമ്മ കളിക്കണ? നീ അമ്മ കളിക്കണ? നീ സെന്റ് കളിക്കണ? നീ എന്തോന്ന് വിചാരിച്ചു? നീ എന്തിനു വിചാരിച്ച് ഈ പാവയും കൊണ്ട് ഇവിടെ നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ നിന്നെ ചെല്ലം വിചാരിച്ചാ? അയ്യേ എടുത്ത് ദൂരെ കളി. നിന്റെ ഈ മുഖം മൂടി അണിഞ്ഞ നിന്റെ മുഖം അതെന്തോന്ന് കുമ്പള പറഞ്ഞത്? എന്താ തിന്നോടെ എടുത്ത് വേസ്റ്റ് വാ നടന്നല്ല പറ. നീ ചോണ ഉണ്ടെങ്കിൽ നിനക്ക് നിന്റെ നാക്ക് എവിടെ നാക്ക് ഇറങ്ങിപ്പോയാ? നീ വല്ല പറ. നിന്റെ നാക്കങ്ങ് ഇറങ്ങിപ്പോയാ? നിന്റെ നാക്ക് ഇങ്ങനെയല്ലോ ഒരു ദിവസമല്ല. അത് നിന്റെ നാക്ക് അറുത്ത് തോട്ടിക്കളയണം. ആരുടെ ചന്തയെ കൊണ്ട് കളയണം നിന്റെ നാക്ക്. നീ വിളിക്കണത് പറ ഇപ്പട്ട വാട്ടി ചോണയുണ്ടെങ്കിൽ ഇപ്പട്ട വാടി എടി ഇപ്പട്ട വാടി. നീ ഇവിടെ വന്ന് സംസാരിക്ക്. ചോണ ഉണ്ടെങ്കിൽ നീ ഇവിടെ ആഞ്ഞ ഇപ്പട്ട വാടി. നീ നീ കരിപ്പട്ടി സതീഷിന്റെ മോളാണെങ്കിൽ ഇപ്പട്ട വാ ഈ വരയില് മതി. അങ്ങനെ മാസ് കാണിച്ചു വാ. ഓ അവിടെ നില്ല. നീ അവിടെ സംസാരിക്കും. നിന്റെ പുറകെ എന്റെ പട്ടി കിടന്ന് നിന്റെ പുറകെ പാടി കിടന്ന് നീ പോടി കിടന്ന് നിനക്ക് സംസാരിക്കാൻ കഴിവില്ല. നീ പോടി. നിന്റെ പുറകെ വരാൻ വേണ്ടിട്ട് കുറെ വേട്ടവളയന്മാർ കുറെ കിഴങ്ങന്മാരും ഉണ്ടായിരിക്കും. നിന്റെ പുറകെ വന്ന ആൾക്കാരെ നമുക്കറിയാം. ആ കൂട്ടത്തിൽ നീ എന്നെ പെടുത്തണ്ട. നീ പോയി നിന്റെ പണി നോക്കാൻ നോക്കടി. നിന്റെ ബൊമ്മ അയ്യോ പേടി അനുസരിച്ച് ഭയങ്കര അഭിനയം പൊടി ഒരു പൈസക്കും ഗതിയില്ല നിനക്ക്. ഒരു പൈസക്ക് ഗുണവും ഇല്ല നിനക്ക്. അങ്ങോട്ട് അങ്ങനെ ഇങ്ങോട്ട് കയറി ഇറങ്ങി നടക്കാൻ നീ അവിടെ നിന്ന് സംസാരിക്കും. അങ്ങോട്ട് നീ എപ്പോഴ പോണം? നിന്റെ ബൊമ്മ വാ തേച്ചി എനിക്ക് പല്ല് വാ തേച്ചി എനിക്ക് മടപ്പിച്ചോ. നീ മടപ്പിച്ചിട്ട് പോയാൽ മതി. നീ മടപ്പീര് നീ എവിടെ പോണ? നീ അവിടെ നിന്ന് സംസാരിക്കും. നിന്നെ അകത്ത് കയറ്റില്ലല്ലോ ദിവസം ഞാൻ. അത്